മക്കളെ, ഈ യഹോവയാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമ്മുടെ കണ്ണിനും സന്തോഷിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് നേച്ചറിലൂടെ കാണിച്ചു തരും. ഇത് നമ്മുടെ പാസ്റ്റർ ഷീജയുടെ വീട്ടിലെ അപ്പോഴിവിടെ നല്ല മത്തങ്ങ അവൾ നട്ടത് ഒന്നുമല്ല, തന്നെത്താനെ കിളിച്ചു വന്നതാണ് മത്തങ്ങ. അതുപോലെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാൻ പറ്റുന്നൊരു സാധനം, കുമ്പളങ്ങയെ പോലിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോഴും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം ഇങ്ങനെയൊക്കെയല്ലേ, നമ്മൾ നട്ടത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ആ സന്തോഷം. ഇത് നടാതെ ദൈവം എനിക്ക് തന്നു. അതെ, എന്ത് ഭംഗിയായിരിക്കും. ഇതെല്ലാം എനിക്ക് വേണ്ടി ദൈവമായിട്ട് തന്നു. സ്തോത്രം. ഞാനിത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മളും വളർന്നു കഴിയുമ്പം, പറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളെ ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ അത് നമ്മളത് നല്ലതുപോലെ അത് ചെയ്യുകയാണെങ്കിൽ, കർത്താവ് വളർത്തിയതല്ലേ, അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, ക്രിസ്തു അത്രയും വളർത്തുമാറാക്കിയത്. ഹല്ലേലൂയ. പിന്നെ കുറേ മധുരക്കിഴങ്ങുണ്ട്, മുരിങ്ങയുണ്ട്. ഇതൊന്നും നട്ടിട്ടല്ല, അതന്നെ താനെ വളർന്നു വരികയാണ് ഇവരിവിടെ ഇല്ലെങ്കിലും. പിന്നെ നമ്മുടെ ചക്ക, ശരിക്കും ചക്ക പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ ഇതിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരാൾ നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് ഫലം വന്നു കഴിയുമ്പോൾ അവരുടെ ആ സന്തോഷമേ. ഇതിൻ്റെ താഴെ പോലും ചക്ക പിടിച്ചിട്ടുണ്ട്, ഫ്ലോറിലോട്ട് പോലും താഴെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളെ കർത്താവ് നട്ടുവെങ്കിൽ, എപ്പം വരെയും ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇതുപോലെ കുറേ പഴുത്ത് അളിഞ്ഞിരിക്കുന്നതും ഈച്ച വന്ന് കൊത്തിക്കൊണ്ടിരിക്കും. ഇത് ഇന്ന് സഭകളിൽ ഇതാ നടക്കുന്നത്. എല്ലാം പേര് ചക്കയെന്നാണ്, പക്ഷേ ചിലതൊക്കെ ചത്തിരിക്കുക, ചിലതൊക്കെ ആണെങ്കിൽ ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇറങ്ങാതിരിക്കാൻ കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ഞാൻ പോകും. രാവിലെ മെഡിറ്റേഷനിലായിരുന്നു എൽ ഷദായിയെക്കുറിച്ച്. നോക്കിക്കേ ചക്ക എത്ര ഭംഗിയാണല്ലേ. എടാ, ഇത് ഇടിച്ചക്കയാണോ ഇത് നോർമൽ ചക്കയാണോ? കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ പച്ചയായിട്ടിരിക്കുന്നതിനകത്ത് ഈച്ച വരുന്നില്ല അല്ലേ, പക്ഷേ ഈ അളിഞ്ഞു പോയതിനകത്ത് ഈച്ച ഭയങ്കരമായിട്ട് പറന്നുകൊണ്ടിരിക്കുക. സോ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ചത്തതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ വരും, പക്ഷേ പച്ചയെ ആരും നോക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് മർമ്മം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഇതൊരു മരാറത്ത് പർവ്വതത്തിൽ ബോട്ട് പോലെ ആ പെട്ടകം പോലെയാണ് ഈ വീട് മേലോട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പുറവും ഇപ്പുറമൊക്കെ എന്താണ് മന്ത്രവാദത്തിൻ്റെ ഇതൊക്കെ നോക്കുന്ന ആളുകളുടെയൊക്കെ ഓഫീസും അതും ഇതുമൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ. സ്തോത്രം. അവിടെയാണ് നമ്മുടെ പ്രിയ പാസ്റ്ററായിരിക്കുന്നത്. നോക്കിക്കേ, പേരയ്ക്ക. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരാൻ കാരണം, നേച്ചറിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ കഴിഞ്ഞതിന് ശേഷം. കാരണം ഇതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്നു, ഫലങ്ങളെക്കുറിച്ചും. അപ്പം അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കുന്നത് കുറേ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു തണ്ടായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനെ വെട്ടിക്കഴിയുമ്പം പല ബ്രാഞ്ചസായിട്ട് ഇങ്ങനെ മാറും. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിലും ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വരുന്നതെന്നല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ, സോറി. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഈസി ആവുന്നത്. കാരണം നമുക്കാർക്കും പ്രശ്നം ഇഷ്ടമല്ല. രാവിലെ തന്നെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എല്ലാവരോടും വെള്ളപ്പൊക്കമാണ്, പ്രയർ റിക്വസ്റ്റ് ഒക്കെയാണ്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ ഗ്രാജുവലി ഇന്നിവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ എല്ലാവരുടെയും വിചാരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ്. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ശരിക്കും വെള്ളമൊക്കെ പൊങ്ങി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഡാമൊക്കെ എന്തൊക്കെയോ ആയിട്ട് വെള്ളങ്ങൾ പ്രോബ്ലം നടക്കുന്നു. അപ്പം ഇവിടെയാണെന്ന് മീറ്റിംഗ് നടക്കുന്നത്. ഒരു ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ 17 വർഷത്തിന് ശേഷം ഒരു ചർച്ച് റിലേറ്റഡ് മീറ്റിങ്ങിലേക്കും, പ്രത്യേകിച്ച് തലയിൽ തുണിയിടുന്നില്ല, സ്വർണം ഇടുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. അപ്പം മാറയെ മധുരമാക്കുന്ന ദൈവം. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം. 17 ഹല്ലേലൂയ വർഷത്തിന് ശേഷം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിടെയും ഉണ്ട് ഒരു കുമ്പളങ്ങ, എന്തുണ്ട് ആ സാധനം ഉണ്ട് ഇവിടെ. ഈ വെള്ളം ജ്യൂസാക്കി കുടിക്കുന്ന അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനം. പക്ഷെ ഇവിടെയുണ്ട്, അവൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഇത് പറിക്കാറായോ എന്നറിയത്തില്ല. നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഒരു 2 കിലോ 3 കിലോ കാണുമായിരിക്കും, നല്ല വെയിറ്റും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കളെ
കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുമ്പോൾ നമ്മൾ ഉണരുക. ഇതൊക്കെ നമ്മൾ മഷിത്തണ്ട് പണ്ട് സ്ലേറ്റിലൊക്കെ എഴുതാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടൊക്കെ ഞാടിയുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലേറ്റിൽ ഇങ്ങനെ ഉരയ്ക്കും നമ്മൾ മായ്ക്കാനായിട്ട്. ഹല്ലേലൂയ. എത്ര സന്തോഷം ഇവിടെ ഇരിക്കുമ്പോൾ. കാരണം മരുഭൂമിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമായിരിക്കും കാണുമ്പോൾ. ഞാനങ്ങനെ സന്തോഷിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ. ഈ പൂവൊക്കെ നാളെ ഫലമാകേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൂശാണ്. തെസ്സലോനിയൻ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. അനേക കഷ്ടങ്ങളിലൂടെ നാം കിടന്ന് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ മർമ്മങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത്, ഈ വിശ്വാസത്തിൽ പിടിച്ചിരിക്കാൻ. ഇതെന്താണ് നിങ്ങൾക്കറിയാലോ, തുളസിയാണ്. ഇതിൻ്റെ മണം ഭയങ്കരമാണ്. ഇതുപോലെയാണ് നമ്മളും. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ നല്ല മണം. നമ്മളും ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ നെവർ ഗിവ്. അപ്പോൾ ഷീജ പാസ്റ്റർ ഭയങ്കര ബിസിയാണ് രാവിലെ. ഇന്ന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്ത മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് പാസ്റ്റർ. എത്ര സന്തോഷമാണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ നേച്ചർ വിശേഷങ്ങൾ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ്.